നമ്മുടെ ടാലൻറ്റ് തമാക്കയുടെ അവസാന ദിവസങ്ങളാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ചിത്രം നമ്മൾ നിർമ്മിക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികളെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. പാരൻസിൻ്റെ സഹകരണത്തോടുകൂടി ഇപ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ആളുകളാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. നമ്മൾ തുടങ്ങിയ സമയത്ത് കുറച്ച് ആളുകളുടെ കുറേ സംശയത്തോടുകൂടി കടന്ന ഈ സംരംഭം ഇന്ന് വലിയൊരു കൂട്ടായ്മയായിട്ട് കേരളത്തിൻ്റെ അങ്ങേയറ്റത്ത് മുതൽ ഇങ്ങേയറ്റം വരെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മാതാപിതാക്കൾ, കുടുംബങ്ങൾ, പല വ്യക്തികൾ ചേർന്ന് ഇന്ന് ഈ വലിയൊരു പ്രോഗ്രാമിനെ വലിയൊരു ഹിറ്റാക്കി മാറ്റിയിരിക്കുകയാണ്. നമ്മളതിൻ്റെ ഭാഗമായിട്ട് ഒരു ചിത്രം നമ്മൾ നിർമ്മിക്കുകയാണ്, അതിൻ്റെ ഷൂട്ടിംഗ് ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വേളയിൽ നമ്മളൊരു പൂജ ഇത്രയും സദസ്സുകൾ ചെയ്യാൻ തീരുമാനിച്ചു. പെട്ടെന്ന് തീരുമാനിച്ചത്. അപ്പം നമ്മളെല്ലാവരെയും വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ശങ്കർ സാറ് വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. ഹരിനാരായണ സാറ്, ആവാസ് സാർ, മീനാക്ഷി, ഷിയാസ് സാർ, ഒരുപാട് സന്തോഷം ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചത്. എന്താ വെച്ചാൽ ഇതിൻ്റെ കോൺടെസ്റ്റ് നടന്ന സമയത്ത് ഞാൻ പുറത്തായിരുന്നു, വരാൻ സാധിച്ചില്ല. ഇന്ന് സാധിച്ചു, അതുകൊണ്ടാണ് സന്തോഷം പറഞ്ഞത്. ഞാനിങ്ങനെ ഇവിടെ ഒരുപാട് കുട്ടികൾക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ്, പ്രൈസ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, സാറിൻ്റെ അടുത്ത് എനിക്ക് അതൊന്ന് കാണാൻ സാധിക്കുമോ, അവർ ചെയ്ത ആ ഒരു ഡാൻസ് പെർഫോമൻസ് കാണാൻ സാധിച്ചു. അങ്ങനെ എനിക്ക് വീഡിയോയിലൊക്കെ കാണിച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ അസ്റ്റോണിഷ്ഡായി. ഒരുപാട് ചില കുട്ടികളൊക്കെ പെർഫോം ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. തീർച്ചയായിട്ടും ആ കുട്ടികളോടൊക്കെ വലിയ ഭാവിയില്ല. ഇനി എല്ലാവരും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എല്ലാവരും അവരുടെ പെർഫോമൻസൊക്കെ നന്നായിട്ടുണ്ട്. പക്ഷേ അത് കുറച്ച് പേർക്കല്ലേ ഫസ്റ്റ് സെക്കൻഡ് തേർഡൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇനി ട്രൈ ചെയ്യണം. തീർച്ചയായിട്ടും ഇതിപ്പോൾ തുടക്കമായിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് സീസൺ വരുന്നുണ്ട്. അത് ഓൾ ഓവർ വേൾഡായിട്ടാണ് വരുന്നത്. അതിൽ പ്രൈസ് മണിയും കൂടുതലാണ്. അപ്പോൾ ഇനി പ്രൈസ് കിട്ടാത്ത കുട്ടികൾക്കും പ്രൈസ് കിട്ടിയവർക്കും ഒക്കെ അവർക്ക് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, കോമ്പീറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങളുടെ സിൻസിയാരിറ്റിയും എഫേർട്സുമാണ് ഇതിലൊക്കെ നിങ്ങളെ വിജയിപ്പിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് പ്രൈസ് കിട്ടിയവരും അതിൽ കോമ്പീറ്റ് ചെയ്തവരും അതിൽ പെർഫോം ചെയ്തവരൊക്കെ നമുക്ക് പറയാം. പക്ഷേ ഇതിൻ്റെ പിന്നെ പ്രവർത്തിക്കുന്ന വലിയ ഒരു ടീം തന്നെ, അവർക്ക് എൻ്റെ ആദ്യം അഭിനന്ദനങ്ങളാണ്. അതുപോലെ തന്നെ പേരൻസ്, എനിക്കറിയാം, ഞാൻ എൻ്റെ വൈഫ് UK ഡാൻസ് സ്കൂളുകൾ നടത്തുന്നു. അപ്പോൾ അവരുടെയൊക്കെ ആ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ പരിശ്രമം ഇതൊക്കെ ഞാൻ കാണാറുണ്ട്. അപ്പോൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പേരൻസ് എന്ന് പറയുന്നത് ഈ കുട്ടികളുടെ അവരുടെ കോസ്റ്റ്യൂം തൊട്ട് മേക്കപ്പ് തൊട്ട് അവരുടെ പിന്നിൽ എല്ലാ കാര്യത്തിലും ഉണ്ട്. അപ്പോൾ അവർക്കൂടെ അഭിനന്ദനം. അത് കഴിഞ്ഞിട്ടാണ് കുട്ടികൾക്ക്. ഇപ്പോൾ സാജനെ ഞാനൊരു ഫിലിം ഡയറക്റ്റ് ചെയ്തു, റിക്ഷൻ എന്ന് പറഞ്ഞിട്ട് റിലീസ് ആവുന്നത്. ആ ഫിലിമിൻ്റെ ഗ്രാഫിക്സ് ചെയ്യാനാണ് സാജൻ വന്നത്. അപ്പോൾ സാജൻ എൻ്റെ അടുത്ത് ഞാൻ കുറേ കാര്യങ്ങൾ സംസാരിച്ചത് സ്റ്റുഡിയോ കുറിച്ച് സംസാരിച്ചു. കാരണം സ്മാർട്ട് കാർവിംഗ് എന്ന് പറയുന്ന ഒരു സ്റ്റുഡിയോ ആയിട്ട് വന്നിരുന്നു. അത് സംസാരിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ അതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആവാമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് അത് സ്റ്റാർട്ട് ചെയ്ത് പൂർത്തിയാക്കി അതിപ്പോൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചു. അപ്പോൾ ഈ സാജനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. ബിക്കോസ് അദ്ദേഹത്തിൻ്റെ സിൻസിയാരിറ്റിയും എഫേർട്സുമാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ. അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാം നടത്താനും ഒക്കെ അദ്ദേഹം ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പോൾ വന്നിരിക്കുന്ന കുട്ടികൾക്ക് ഇനി എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. അവർക്ക് ഇനി ഒരുപാട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ബിക്കോസ് ഇത്തരം കോമ്പറ്റീഷനിൽ നമ്മൾ ജയിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതുമായി ടാലൻറ്റ് കോൺടെസ്റ്റൊക്കെ പങ്കെടുക്കുമ്പോൾ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യുമ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ പറയാൻ സിനിമയിൽ വരണമെങ്കിൽ മീനാക്ഷി
പോലെയൊക്കെ സിനിമയിലൊക്കെ വരണമെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഡാൻസ് സ്കൂളുകൾ തുടങ്ങാം. ജോലി ഇല്ലെങ്കിൽ നമുക്ക് ഡാൻസ് സ്കൂൾ തുടങ്ങാം. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി എല്ലാവരും ഐശ്വര്യങ്ങളും ഉണ്ടാവുന്നത്. ഒരു പുതിയ ഫിലിം തുടങ്ങുന്നുണ്ട്. ഇന്നാണ് ഞാൻ അതിൻ്റെ കഥ കേട്ടത്. വളരെ നന്നായിരിക്കും. ഞാൻ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫിലിമാണ്. കുട്ടികളുടെ ഫിലിമാണെങ്കിൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കഥയാണ്. അത് എടുത്ത് പഠിപ്പിച്ച് കൊണ്ടുവന്നാൽ അത് വേറെ ഒരു തലത്തിലേക്ക് പോകും. അപ്പോൾ അതുപോലെ സംഭവിക്കില്ല. എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു കലയുടെ ഈ വേദിയിൽ തിരിതെളിയിച്ച് ഉദ്ഘാടനം ചെയ്ത നമുക്കൊക്കെ ഏറെ പ്രിയമുള്ള ശങ്കർ സാർ, മറ്റ് ഇവിടെ വേദികൾ സദസ്സിലൊക്കെ കൂടിയിട്ടുള്ളവർ, സ്മാർട്ട് കാർവിംഗ് സാജൻ ജോണി, അതുപോലെ തന്നെ നമ്മുടെ തങ്ങൾ സാഹിബ് എല്ലാവരും ചേർന്ന് നമ്മൾ സ്വപ്നം കാണാത്ത കുട്ടികളില്ല. സ്വപ്നം കാണാത്ത കുട്ടികൾക്ക് വേണ്ടി ഈ ഒരു വേദിയിൽ രണ്ടാകാശമാണ് തുറന്നു വയ്ക്കുന്നത്. അതൊന്നെന്ന് പറയുന്നത് അതിൻ്റെ ഒരു സീസണിൻ്റെ പരിപൂർത്തീകരണമാണ്. ഇവിടെ മത്സരിച്ച് സമ്മാനം കിട്ടിയ ഒരുപാട് കുട്ടികളുണ്ട്. അവരെ ആദരിക്കുന്നു. ടാലന്റ് ധമാക്കയുടെ ഭാഗമായിട്ട് അങ്ങനെ വന്നിട്ടുള്ള ഇവിടെ മത്സരിച്ച് ജയിച്ച സമ്മാനം വാങ്ങിയ എല്ലാ കുട്ടികൾക്കും, സമ്മാനം കിട്ടാത്തവർക്ക്, കാരണം ഇതൊരു മത്സരമല്ല, ഉത്സവമാണ്. അപ്പോൾ നാളെയുടെ നക്ഷത്രങ്ങളാവാൻ പോകുന്ന ഇവിടെ മത്സരിച്ച എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ ആകാശവാണി എന്ന് പറയുന്ന സിനിമ, അത് കുട്ടികൾ പ്രധാന വേഷത്തിലെത്തുന്ന കുട്ടികളുടെ ഒരു സിനിമയാണ്. കുട്ടികളുടെ ഉള്ളിൽ നിന്ന് ചിന്തിച്ച്, നമ്മൾ സാധാരണ കുട്ടികളുടെ സിനിമ എന്ന് പറയുമ്പോൾ പലപ്പോഴും വലിയവരും കുട്ടികളായിട്ട് ചിന്തിക്കുന്ന സിനിമയാണ്. ഇത് കുട്ടികളുടെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള കുട്ടികളുടെ സിനിമയാണ്. അതിൽ നമ്മുടെ പ്രിയപ്പെട്ട സാജൻ ജോണി ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ്. അപ്പം അതിന് ഭാഗമാവാൻ കഴിഞ്ഞു. വഴി എഴുതിക്കൊണ്ട് പ്രിയപ്പെട്ട വിവേക് നായർ, പ്രിയ സുഹൃത്ത് വിവേകാണ് 2 പാട്ടുകൾ എഴുതി കഴിഞ്ഞാൽ ഒരു പാട്ടിൽ ഇവിടെ കാണിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഇതിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം. തീർച്ചയായും നമ്മുടെ കുരുന്നുകൾക്ക് ഒരുപാട് ആകാശങ്ങളുണ്ടാകട്ടെ, ഒരുപാട് ആകാശവാതിലുകൾ തുറക്കട്ടെ. ഈ ആകാശവാതിലുകൾ തുറന്ന് ആകാശത്ത് ഒരുപാട് നക്ഷത്രങ്ങൾ, ഈ മണ്ണിൽ നിന്നുള്ള കുട്ടികൾ ഒരുപാട് നക്ഷത്രങ്ങളായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ സിനിമയ്ക്കും ടാലന്റ് ധമാക്കയ്ക്കും അതിൽ പങ്കെടുത്ത എല്ലാവർക്കും, അതിനെ സാക്ഷാത്കരിച്ച എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് വേദിയിൽ നിൽക്കാൻ സാധിച്ചത്. മീനാക്ഷിയുണ്ട്, ശങ്കരേട്ടനുണ്ട്, ഹരിചേട്ടനുണ്ട്. വളരെ മനോഹരമായിട്ട് ഈ സിനിമയിലെ സോങ് ഹരിചേട്ടൻ എഴുതിയിട്ടുണ്ട്. നമുക്ക് വരി കാണുമ്പോൾ തന്നെ അറിയാം ഇത് എങ്ങനെ ചെയ്യണമെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. പെട്ടെന്ന് നമുക്ക് മ്യൂസിക്കിലേക്ക് എത്താൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഈ പടത്തിൻ്റെ സോങ്സ് ചെയ്യാൻ പറ്റുന്നതിൽ. എല്ലാം നന്നായിട്ട് വരട്ടെ. എൻ്റെ എല്ലാ പിന്തുണ എപ്പോഴും ഉണ്ടാവും. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി ദൈവത്തിന് നന്ദി പറയാം. കാരണം ഇങ്ങനൊരു വേദി സംഭവിച്ചതിന് എവിടെയോ കിടന്ന കുറേ ആളുകൾ ഒരുപാട് ഐശ്വര്യത്തിൻ്റെ പേരിൽ ഭാഗ്യത്തിൻ്റെ പേരിൽ ഒത്തുകൂടാൻ ഒരു അവസരം കിട്ടിയതാണ്. ഇത് ഈ ടാലന്റമാക്കാൻ എന്ന് പറയുന്ന അത് അറിയാം. ആദ്യം ഉണ്ടായിരുന്ന ആളുകൾക്കറിയാം ഇത് എങ്ങനെയാണ് ഇത് വന്നതെന്നത്. ഇത് പൊട്ടിപ്പൊളിച്ച് വന്നത് തന്നെയാണ്. കാരണം ഇതിന് സാജൻ ജോണി എന്ന് പറയുന്ന ഒരു നല്ല മനസ്സുള്ള ഒരാൾ വെള്ളവും വള്ളവും എല്ലാം കൊടുത്ത് അതിൻ്റെ കുറേ ആളുകൾ, ഷെർലൻ, അതേപോലെ വൈഫ്, അങ്ങനെ കുറേ നല്ല പാരൻസും കുട്ടികളും എല്ലാം കൂടി വളരെ മനോഹരമായ രീതിയിൽ ഈ ടാലന്റമാക്കാനാണ് വളർത്തിയെടുത്തത്. എന്തായാലും അത് ഉന്നതങ്ങളിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ഇത് കടലുകളും
എത്തും പോകും എന്നുള്ള ഒരു സന്തോഷം ഈ സമയത്ത് ഞാൻ പറയുന്നത്. കാരണം ആയുർശാന്തി താരതമ്യം എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനം ഇൻ്റർനാഷണൽ ലെവലിലേക്ക് എത്തിക്കാവുന്ന എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ട്. സന്തോഷമായിട്ട് വെച്ചതാണ്. കാരണം ഇതിൻ്റെ ഒരു വളർച്ചയുടെ ഏറ്റവും വലിയൊരു ഭാഗമാണ് ആകാശവാദം എന്ന് പറയുന്ന ഒരു വാതിൽ ഇന്ന് ഈ നിമിഷം തുറന്നിരിക്കുകയാണ്. ഒരു അനുഗ്രഹം നമ്മുടെ ശങ്കര സാർ എന്തായാലും ആ ഒരു മഹാമനുഷ്യൻ വഴി കാണിച്ച് കൈപിടിച്ച് തരുന്ന ഇവിടെ നമുക്ക് ആകാശങ്ങളും ആകാശത്തിലൂടെ പറക്കാം, നന്നായി പറക്കാം. നമ്മുടെ മക്കളിലൂടെ നമുക്ക് ഒരുപാട് സ്വപ്നങ്ങൾ കാണാം. എന്തായാലും ഈ ഒരു വലിയൊരു പ്രസ്ഥാനത്തിന് ഉന്നതങ്ങളിലേക്ക് എത്തിക്കട്ടെ, വിജയിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. എന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്താൻ തോന്നുന്നു. കാരണം കഴിഞ്ഞ പ്രോഗ്രാംസിലൊക്കെ ജഡ്ജസ് ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് പേരുകളുടെ അപ്പോൾ അതിൽ ഒരുപാട് പേരിലേക്ക് എടുക്കാൻ കഴിയുന്നത് വളരെ സന്തോഷമുണ്ട്. ഒട്ടും പറഞ്ഞത് കാണിപ്പിക്കുന്നില്ല. നമസ്കാരം. ഭയങ്കര സന്തോഷമുണ്ട് സാഹചര്യം ഇങ്ങനത്തെ ഒരു അവസരം തന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. സാഹചര്യൻ്റെ ഒരു സ്വപ്നമാണിത്. സാഹചര്യൻ്റെ ഒപ്പം നിന്നിട്ട് എന്താ പറയുക, നമ്മുടെ പ്രിൻസി ചേച്ചിയോട് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിൻസി ചേച്ചിയുടെ സ്വപ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിൻസി ചേച്ചി പറയാം സാഹചര്യൻ്റെ എൻ്റെ ഹസ്ബൻഡിൻ്റെ സ്വപ്നമാണെന്ന്. അങ്ങനെ ഭയങ്കരമായിട്ട് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് പ്രിൻസി ചേച്ചി. അതുപോലെ തന്നെ സാഹചര്യൻ്റെ ഇങ്ങനൊരു അവസരം തന്നിട്ട് ഒരുപാട് സന്തോഷം. നമസ്കാരം. ഒരുപാട് സന്തോഷം. ഇത്രയും സന്തോഷമായിരിക്കുന്ന ഇങ്ങനെ എല്ലാവരുടെയും അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിൽ വരാൻ സാധിച്ചതിലും എല്ലാവരെയും കാണാൻ പറ്റുന്നതിലും ഒരുപാട് സന്തോഷം. ആദ്യമായിട്ട് പറയട്ടെ, ഞാൻ ഈ പ്രോഗ്രാമിൽ വരുന്ന സമയത്ത് എൻ്റെ അച്ഛനും അമ്മയായിരുന്നു എന്നെങ്കിലും കൂടുതൽ എക്സൈറ്റഡ്. കാരണം ഈ പ്രോഗ്രാമിൻ്റെ പോസ്റ്റർ വന്ന സമയത്താണ് ശങ്കർ സാറിനെ കാണുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ വീട്ടിൽ ഇറങ്ങുമ്പോൾ തൊട്ട് ഒരു വലിയ ക്ലാസ് അവർ കണ്ട മൂവീസിൻ്റെ തൊട്ടുള്ളതെങ്കിലും പറയാൻ എനിക്ക് പോയിട്ട് പറയണം, ഞങ്ങളെല്ലാവരും വീട്ടിൽ ഇത്രയും വലിയ ആരാധകരാണെന്നുള്ളത് പറയണം. അപ്പം ഞാനിത് പറയാനായിട്ട് ഞാൻ സാറിൻ്റെ അടുത്ത് ചെന്നു. ഞാൻ സാറിനോട് സാറേ എൻ്റെ പേര് മീനാക്ഷി. അപ്പോൾ സാറിൻ്റെ അടുത്ത് പറഞ്ഞു ഞാനും എൻ്റെ വൈഫ് എന്നും കാണും. എൻ്റെ വീട് പോയി ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല സാറിന് എന്നെ അറിയാവുന്ന അല്ലെങ്കിൽ എന്നോട് ഇത്രയും സ്നേഹമുള്ള ഒരാളാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പം ഞാൻ സാറിനെ കണ്ടതിലും എനിക്ക് ഭയങ്കരമായിട്ടുള്ള സന്തോഷം. പരിചയപ്പെടാൻ സാധിച്ചതിലും ഒക്കെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. പിന്നെ ഉള്ളത് ഒരു വലിയ സന്തോഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഞാൻ ആക്കിയതിൽ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുള്ള മൊത്തം പങ്ക് വഹിച്ചിട്ടുള്ള കുറച്ച് പേരുടെ കൂടിയാണ് ഞാൻ ഇന്ന് വേദിയിൽ നിൽക്കുന്നത് എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ അനീഷങ്ങൾ ആണ് ഞാൻ ആദ്യമായിട്ട് എന്നെ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്നത്. അനീഷങ്ങളാണ്. ഞങ്ങൾ ചെയ്ത ആനമയിലൊട്ടകം എന്ന് പറഞ്ഞൊരു മൂവിയിലാണ് ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നത്. അപ്പം ഈ അടുത്തും നമ്മളൊരു മൂവി ചെയ്യും, പൂവെന്നായിരുന്നു മൂവിയുടെ പേര്. അത് ഒത്തിരി ഇൻ്റർനാഷണൽ ലെവലിലൊക്കെ ഒരുപാട് അവാർഡ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളൊരു മൂവിയായിരുന്നു. അപ്പം പിന്നെ എനിക്കൊന്നും അതിനുശേഷം ഞാൻ അന്വേഷണങ്ങളിലേക്കാണ് കാണുന്നത്. അപ്പം ഞങ്ങൾക്ക് മൊത്തം സന്തോഷം പിന്നെ കണ്ടത്. പിന്നെ പറയാനുള്ളത് നമ്മുടെ ഹരിനാരായണൻ സാർ എന്നെ ഇപ്പോഴും കാണുമ്പോൾ ഏറ്റവും ചെറിയ കുഞ്ഞുവാളുകൾ തുടങ്ങി വലിയ അമ്മമാർ വരെ എന്നെ കാണുമ്പോഴേ മിനിക്കും പിന്നാമിനിയെന്നാണ് വിളിക്കുന്നത്. അപ്പം ആ സ്നേഹം എനിക്ക് തന്നതിൻ്റെ പകുതിയും ആ വരികൾക്കുള്ളതാണ്. അപ്പം സാറിനെയും കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ സാഹചര്യങ്ങൾ ബാക്കി വേദിയിൽ നിൽക്കുന്ന എല്ലാവരും എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ട ആൾക്കാരാണ്. ഇവിടെ വന്നപ്പോൾ കുറേ കുഞ്ഞുമണികളെ കണ്ടു. എല്ലാവരും ഒരുങ്ങി സുന്ദരന്മാരും ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ്. നല്ല രസമുണ്ട്. എല്ലാവർക്കും ഓൾഡ് വലിയ ബെസ്റ്റ് ഇങ്ങനെ തന്നെ നിൽക്കട്ടെ. പ്രോഗ്രാംസ് എല്ലാം നന്നായി പോട്ടെ. ഇനി നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പം ഇനി ഇതൊക്കെ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാം നന്നായിട്ട് നടക്കട്ടെ. ചേട്ടൻ മൂവിക്ക് എല്ലാവരുടെ ആശംസകളും. ചേട്ടനും നമുക്ക് ഒരുപാട് പ്രിയപ്പെട്ട ഒരാളാണ്. സാരിച്ചാൽ ഒരു ഓൾഡ് വലിയ ബെസ്റ്റ്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ചാരിത്രവാക്ക സത്യത്തിൽ ഒരു സ്വപ്നദിനമാണ്. ഈ വേദിയിലേക്ക് ഞാനാദ്യം കടന്നു വരുമ്പോൾ 100 സംശയങ്ങൾ, എൻ്റെ ഒപ്പം എന്നെക്കാൾ 1000 സംശയങ്ങളുള്ള പാരൻസ് ആ ഒരു വേദിയിലോട്ടാണ് ഞാൻ കടന്നു വരുന്നത്. ഇവിടെ ഞാൻ കണ്ടത് നമ്മുടെ മക്കളെ ലോകോത്തര നിലവാരത്തിലെത്തിക്കാൻ കഠിന പരിശ്രമം ചെയ്യുന്ന ഒരു ഡയറക്ടറെയാണ്. പിന്നെ പതുക്കെ ഇതിൻ്റെ ഓരോ വേദിയിലും കടന്നുപോകുമ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മുടെ മക്കളെ അതിലെ മുൻനിരങ്ങളെ കണ്ടെത്തിക്കൊണ്ട് ഏറ്റവും ഉന്നതങ്ങളിൽ അവരുടെ സ്വപ്നങ്ങൾക്കൊപ്പം നടക്കാൻ ചിറകടിച്ചു പറക്കാൻ നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ല
ഇവിടെ നമ്മുടെ സ്വപ്നങ്ങളാണ് തോന്നിയിരിക്കുന്നത്. ഒപ്പം സാജൻ സാറിൻ്റെ കഠിനാധ്വാനവും ഇനിയുള്ള എല്ലാ മേഖലകളിലും ഒരുപാട് ശോഭിക്കാൻ അദ്ദേഹത്തിൻ്റെ പേര് നമ്മുടെ മക്കളുടെ ജീവിതത്തിലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഓരോ ചുവടുവയ്പ്പിലും നമുക്ക് ഏറെ സ്നേഹത്തോടെ ഓർത്തിരിക്കാൻ കഴിയട്ടെ. സാറിൻ്റെ എല്ലാ വർക്കുകളിലും എല്ലാവിധ നന്മകളും വിജയങ്ങളും ഉണ്ടാവട്ടെ. ഇനിയും ഞങ്ങളുടെ ഈ പാരൻസിൻ്റെ സപ്പോർട്ട് എന്ന് കൂടിയുണ്ടാകും. താങ്ക് യു. എന്താ പറയുക, എനിക്കറിയില്ല ഈ പ്രോഗ്രാം സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ്. അത് കഴിഞ്ഞ ഫാമിലിയോട് പറയാറുണ്ട്. ഇപ്പം നമ്മൾ സാധാരണ പറയും ഏതൊരു പുരുഷനും ഒരു സ്ത്രീ ഉണ്ടാവുന്നത്. എന്നെ സംബന്ധിച്ച് എനിക്കത് നേരെ വിപരീതമായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അതിനുദാഹരണമാണ് എനിക്ക് ഇവിടെ സംസാരിക്കുന്നത്. അതുകൊണ്ട് സാറിന് എല്ലാവിധ താങ്ക്സ്. പിടിച്ചു പിടിച്ചു പതുക്കെ പതുക്കെ ചവിട്ടി കുതിച്ച് ചിറക് വിരിച്ചു